ഇന്നത്തെ സിനിമ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. കളിയൻ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് ഈ വർഷം തുടങ്ങി വയ്ക്കും. പൃഥ്വിരാജ് അടുത്ത വർഷത്തിന്റെ തുടക്കത്തോടെ ജോയിൻ ചെയ്യുമെന്നൊക്കെ ഏതാനും ആഴ്ചകൾക്ക് മുന്നേയായിരുന്നല്ലോ പ്രേക്ഷകരെ അറിയിച്ചത്. ഇപ്പോഴത്തെ സിനിമയുടെ അണിയറ പ്രവർത്തകരുടെ ചർച്ചകൾക്കിടയിലുള്ള ഏറ്റവും പുതിയ ഈ കാണുന്ന ചിത്രം കഴിഞ്ഞ ദിവസം സിനിമയുടെ അണിയറ പ്രവർത്തകരിൽ നിന്ന് തന്നെ പുറത്തു വന്നിരിക്കുകയാണ്. അപ്പോൾ കളിയൻ ഓൺ തന്നെയാണ് എന്ന് ഇതിൽ നിന്ന് പ്രേക്ഷകർക്ക് മനസ്സിലായിരിക്കുമല്ലോ. ഇനി ഷൂട്ടിംഗ് ആരംഭിക്കുന്ന ദിവസത്തിനായിട്ട് കാത്തിരിക്കാം. അങ്ങനെ മലയാളത്തിൽ നിന്ന് വരാനിരിക്കുന്ന സിനിമാറ്റിക് യൂണിവേഴ്സിൽ ഒരുങ്ങുന്ന സിനിമയുടെ ഫസ്റ്റ് ലുക്ക് ടൈറ്റിൽ എല്ലാം തന്നെ പുറത്തു വന്നിരിക്കുകയാണ്. ദുൽഖറിന്റെ സിനിമാറ്റിക് യൂണിവേഴ്സ് സിനിമയായിട്ട് വരാനിരിക്കുന്ന സിനിമയ്ക്ക് ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്നാണ് പേരിട്ടിരിക്കുന്നത്. കല്യാണി പ്രിയദർശനും നെസ്ലിനുമാണ് ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിലുള്ളത്. ആദ്യ ഭാഗം വിജയിച്ചാൽ 4 ഭാഗങ്ങൾ സിനിമയ്ക്ക് വരുമെന്നാണ് റിപ്പോർട്ടുകൾ. എന്തായാലും കാത്തിരിക്കാം ആദ്യ ഭാഗത്തിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾക്ക്. 2020 ആരംഭിക്കപ്പെട്ട് ഇത്രയധികം വർഷങ്ങളായിട്ടും ഇനിയും റിലീസ് ചെയ്യാത്ത സിനിമയാണല്ലോ ഹരിഹര വീരമല്ലു. പവൻ കല്യാൺ നായകനെത്തുന്ന സിനിമ യഥാർത്ഥത്തിൽ ജൂൺ 12 തിയേറ്ററുകളിലേക്ക് എത്തേണ്ടിരുന്നതായിരുന്നു. എന്നാൽ സിനിമ വീണ്ടും ഒരിക്കൽ കൂടി റിലീസ് മാറ്റിയിരിക്കുന്നു. ഓഗസ്റ്റ് മാസത്തോടെ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട്. ഇതേപോലെ വിജയ് ദേവരകൊണ്ടയുടെ ഒരുപാട് തവണ റിലീസ് തീയതി മാറ്റിവെക്കപ്പെട്ട സിനിമയാണ് കിങ്ഡം. സിനിമ ഈ മാസം അവസാനത്തോടെ തിയേറ്ററുകളിലേക്ക് എത്തേണ്ടിരുന്നതായിരുന്നു. എന്നാൽ വീണ്ടും സിനിമയുടെ റിലീസ് മാറ്റിയെന്നാണ് റിപ്പോർട്ടുകൾ. ജൂലൈ അതല്ലെങ്കിൽ ഓഗസ്റ്റിൽ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തും. ഇന്ത്യൻ സിനിമയുടെ ചരിത്രം തിരുത്തിക്കുറിച്ച സിനിമയാണല്ലോ ബാഹുബലി. ബാഹുബലിയുടെ ആദ്യ ഭാഗം തിയേറ്ററുകളിലേക്ക് എത്തിയിട്ട് 10 വർഷങ്ങൾ പിന്നിടുകയാണ്. ഇപ്പോഴത്തെ ബാഹുബലി വീണ്ടും റീ റിലീസ് ചെയ്യുന്നു. ഇത്തവണ സിനിമ റീ റിലീസ് ചെയ്യുമ്പോൾ ബാഹുബലി 1 അതല്ലെങ്കിൽ ബാഹുബലി 2 അല്ല റീ റിലീസ് ചെയ്യുക, മറിച്ച് 2 ഭാഗങ്ങളിൽ നിന്നും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ചേർത്ത് ട്രിം ചെയ്ത് കട്ട് ചെയ്ത് ഒരൊറ്റ ഭാഗമായിട്ട് തിയേറ്ററുകളിൽ റീ റിലീസ് ചെയ്യാനായിട്ടാണ് അണിയറ പ്രവർത്തകരുടെ പ്ലാൻ. ഈ വർഷം ഒക്ടോബറിൽ ബാഹുബലിയുടെ റീ റിലീസ് ഉണ്ടാകും. കാത്തിരിക്കാം പ്രഭാസ് സിനിമയുടെ റീ റിലീസിന്. അല്ലു അർജുനെ നായകനാക്കി അറ്റ്ലി സംവിധാനം ചെയ്ത് സൺ പിക്ചേഴ്സ് നിർമ്മിക്കുന്ന ഇന്ത്യയിലെ അടുത്ത വൻ ബിഗ് ബഡ്ജറ്റ് സിനിമയാണല്ലോ ഇനിയും പേരിട്ടിട്ടില്ലാത്ത സിനിമ. ഇന്ന് സിനിമയിലെ ഒരു നായിക പ്രഖ്യാപനം വന്നിരിക്കുന്നു. അതുപ്രകാരം അറ്റ്ലിയുടെ ജവാനിൽ കൂടി അഭിനയിച്ച ദീപിക പദുക്കോണാണ് അല്ലു അർജുന്റെ ഈ സിനിമയിലെ ഒരു നായിക. 3 നായികമാർ സിനിമയിലുണ്ട് എന്നാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന റിപ്പോർട്ട്. കണ്ണപ്പ എന്ന സിനിമയിലേക്ക് വരികയാണെങ്കിൽ ഈ മാസം അവസാനം ജൂൺ 27 തിയേറ്ററുകളിലേക്ക് എത്തുന്ന ഇന്ത്യൻ പാൻ ഇന്ത്യൻ ബിഗ് ബഡ്ജറ്റ് സിനിമയാണല്ലോ കണ്ണപ്പ. ചിത്രത്തിന്റെ കേരള വിതരണം ഇപ്പോഴത്തെ ആശീർവാദ് സിനിമാസ് സ്വന്തമാക്കിയെന്നൊരു റിപ്പോർട്ട് വന്നിരിക്കുകയാണ്. ഈ കാണുന്ന ഒരു പോസ്റ്ററോട് കൂടിയാണ് ആശീർവാദ് സിനിമാസിന്റെ ഒഫീഷ്യൽ പ്രഖ്യാപനം വന്നിരിക്കുന്നത്. എന്തായാലും സിനിമയുടെ റിലീസിനായിട്ട് അഭിപ്രായങ്ങൾക്കായിട്ട് ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം.